എന്റെ പൊന്നോ, ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങൾ വേറെ എവിടെ കാണും? ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വ്യൂ കാണിച്ചു തരാം. അങ്ങ് വന്നേ പോന്നിരുത്തൻ. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളായി കണ്ടിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ച് നാൾ വിട്ട് നിൽക്കുന്ന ഷോർട്സിലൂടെ മാത്രമേ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതൊരു ലോങ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ്, പാലക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ റൂട്ടിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ടിബറ്റൻ മൊണാസ്ട്രി ഉണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ. കേരളത്തിൽ നിന്നൊക്കെ ഏകദേശം ഒരു 170 കിലോമീറ്റേഴ്സ് ഒരു ദിവസം കൊണ്ട് വന്നു പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു ടിബറ്റൻ മൊണാസ്ട്രിയാണ്. ഡോണ്ടലിംഗ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതാണ് പ്രൊണൗൺസിയേഷൻ എന്ന് വിചാരിക്കണം. ആ പോകുന്ന റൂട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. എന്തൊന്ന് നോക്കിയേ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡ്, മലനിരകളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഏകദേശം നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് പാടങ്ങളൊക്കെ ആയിട്ട് നല്ല കിട്ടിലും വ്യൂ ആണ്. എന്ത് രസം നോക്കിയേ. ഇവിടെയൊക്കെ ഞാനൊരു കാഴ്ച കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പാടമൊക്കെ നമ്മുടെ ട്രാക്ടർ കൊണ്ടല്ല നിലം ഉഴുതുന്നത്. ഇപ്പോഴും കാളയെ വെച്ചിട്ട് നിലം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടം ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോഴും ഈ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇപ്പൊ മൊത്തം ഇവിടെ കൃഷിയാണ്, എല്ലാം നടിയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്ത് രസാലേ നോക്കാം. ഒരു പ്രത്യേക ഷേപ്പ് മലകളൊക്കെയാണ് അവിടെ. നോക്കിയത് ആ ഒരു പാറക്കല്ലുകൾ മാത്രമായിട്ട്. പക്ഷെ രാത്രിയൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊന്നും നമുക്ക് പേടി തോന്നും. കാരണം വേറെ വീടുകളോ കടകളോ അങ്ങനെയൊന്നും ഇല്ല. ഒരുപാട് ബൈക്കേഴ്സ് ഒക്കെ പോകുന്ന റോട്ടാണ്. സൂപ്പർ ബൈക്കിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അടിച്ച് പറന്ന് പോകുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ് ബൈക്കിൽ പോകുമ്പോൾ. ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഗ്രാമപ്രദേശത്തിനുള്ളിൽ കൂടെ ഏകദേശം 30 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ള. എന്ത് രസാലേ. വേറൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പേര് നമ്മുടെ ഗൂഗിൾ ആൻറ്റി വിളിച്ച് അറിയുന്നുണ്ട്. ഫുൾ കൃഷിയാണ്, കംപ്ലീറ്റ് കൃഷിയാണ് ഈ ഭാഗത്തെല്ലാം. ആ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഒന്ന് നോക്കണം, മലയും ഭയങ്കര രസമാട്ടോ. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മളുടെ പാലക്കാട്ടിലെ കൊല്ലങ്കോട് ഭാഗത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നൊരു ഫീലാണ് കുറച്ച് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ലെഫ്റ്റ് അല്ലേ, കാളയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, മറ്റേ ഉഴുതാൻ വേണ്ടിയിട്ടുള്ള നിലം ഉഴാൻ വേണ്ടിയിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ വെച്ച് ഇവിടെ പലതരത്തിലുള്ള കൃഷി ഉണ്ട് കേട്ടോ. കോളിഫ്ലവർ ആണോ, ബീട്രൂട്ട് ആണോ? എന്നാ ബീട്രൂട്ട്, അതായത് ചോളം. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. കൃഷിസ്ഥലവും മലയും കാളകളും പശുവും എല്ലാം കൂടെ വേറെ ലെവലാട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു റൂട്ടാട്ടോ ഇത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു റൂട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒഴിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കർണാടകയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലോ മറ്റേ ഈ റൂട്ടൊക്കെ ഒന്ന് വരിക കേട്ടോ. ബാംഗ്ലൂരിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല വ്യൂ ആണ്. വർത്തായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ. കൃഷി സ്ഥലത്തൊക്കെ എന്താ സ്പ്രിംഗിൾ ഇറിഗേഷൻ അല്ലേ. ഇതൊരു വൈൽഡ് ലൈഫ് കോറിഡോർ ആട്ടോ. അതൊരു എന്താ പറയുക, മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ ബോർഡൊക്കെ കണ്ടു. മൊത്തം ഇവിടെ രണ്ട് സൈഡും ഇപ്പൊ കാടായി. നേരത്തെ നമ്മൾ കൃഷി സ്ഥലമായിട്ടാണല്ലോ കണ്ടത്, ഇപ്പൊ മൊത്തം കാടുകൾ. അതവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മാന് കുറുകെ ചാടുന്ന ഏരിയയാണ്. ആന വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ടും ഈ ഭാഗത്തൊന്നും ഒരു KL വണ്ടി പോലും കണ്ടില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതം. പക്ഷെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അതുപോലെ തന്നെ തമിഴ്നാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഈ ഡോണ്ടലിംഗ് റോഡ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ടിബറ്റൻ ഡോണ്ടലിംഗ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് അവരുടെ ആ മെയിൻ എൻട്രി. വാവ്, ഓക്കെ. ഇവിടെ കുറെ അവരുടെ എത്ര ദൂരം ഉണ്ട് ഓരോ വില്ലേജിക്ക് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ്. വാവ്. ഇനിയുള്ള ഏകദേശം 5 കിലോമീറ്റർ ഇവരുടെ ഓരോ വില്ലേജ് ആട്ടോ. ഭയങ്കര ബ്യൂട്ടിയാണ്. ഇത് മറ്റേ സംഭവമൊക്കെ ആ കറക്കുന്ന എന്താ പറയണ.
അറിഞ്ഞൂടാ. നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോ അവരുടെ അവിടുത്തെ ഫ്ലാഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നേ. ഇവിടെ കേറിയെന്ന് തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസേ മാറിയില്ലേ. എനിക്ക് തോന്നുന്നതേ ഇവിടെയൊക്കെ ഹോം സ്റ്റേസ് ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ആണെന്നാ തോന്നണേ. അതെ, ഓരോ ഹോം സ്റ്റേസ് ആട്ടോ നമ്മൾ ഈ കണ്ടതൊക്കെ, ഈ സൈഡിലുള്ളതൊക്കെ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മാരക വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അങ്ങ് ദൂരെയൊക്കെ ഓരോരോ മൊനാസ്ട്രികളൊക്കെ ഇവിടെ നിന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, നല്ല ഭംഗിയുണ്ടായി കാണാൻ. അതെ, ശരിക്കും ആ ഒരു ടിബറ്റൻ ഫീൽ അല്ലേ, ബാക്കിലുള്ള ആ മലകളെല്ലാം കൂടെ കാണുമ്പോ. എന്റെ പൊന്നോ, ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങൾ വേറെ എവിടെ കാണും അല്ലേ? അടിപൊളി ക്ലൈമറ്റും കൂടെ നല്ലൊരു. അതെ, ആ സ്കൈ നോക്കിയേ, ആ സ്കൈ, ആ മേഘങ്ങൾ നിക്കുന്നത് കണ്ടോ, അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് കുറെ നാളുകൾക്ക് ശേഷം ഈ യാത്രയിൽ ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ഇടാന്ന് തന്നെ വിചാരിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതും അവരുടെ ഒരു അമ്പലാണേ. നമ്മള് മറ്റേ നമ്മുടെ യോധയിലൊക്കെ കണ്ട നമ്മുടെ ലാമയില്ലേ, ആ ലാമകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതേ ബുദ്ധ പ്രതിഷ്ഠകൾ. അതേ മറ്റേ ചങ്ങാതി. നമുക്ക് കേറി വേണമെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാം. കേറണോ? വെൽക്കം നാങ്ചൻ. നമ്മള് വേറൊരു വില്ലേജിലേക്ക് ആട്ടോ പോകുന്നത്. ആക്ച്വലി ഇവിടെ കുറെ വില്ലേജുകളാട്ടോ, ഇങ്ങനെ യു വില്ലേജ്, വി വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓരോ വില്ലേജുകൾക്ക് ഓരോ പേരുണ്ട്. ഇവരുടെ ഈ ടിബറ്റൻ സ്റ്റൈൽ അങ്ങനെയുള്ള ഓരോ മൊനാസ്ട്രികളും അതുപോലെ തന്നെ ഓരോ വില്ലേജുകളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് വേറൊരു വില്ലേജിലേക്കാണ്. അതിന്റെ പേര് എനിക്ക് ആക്ച്വലി പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഞാനത് നിങ്ങൾക്ക് എഴുതി തരാം കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാനത് കൊടുക്കാം. നമ്മുടെ ലാമക്കുട്ടികളൊക്കെ ഇരിക്കുന്നത്. ഇതുമെല്ലാം ഓരോ ഇങ്ങനെ ബുദ്ധ കേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ മലകളൊക്കെ ഒന്ന് നോക്കി എന്ത് രസാന്ന്. പക്ഷെ എൻ്റെ പൊന്നോ, ഇതൊന്നും പറയാൻ വാക്കുകളില്ല. കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോയിൽ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വേറൊരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്തോട്ടുള്ളൊരു എൻട്രി ആണ്. കണ്ടോ, അവരുടെ ആ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഇതുണ്ടോ, ഇവിടുന്ന് കുറെ പ്രാർത്ഥനകളൊക്കെ കേൾക്കാം കേട്ടോ. അവരുടേതായിട്ടുള്ളൊരു കുറെ പ്രാർത്ഥനകളും ആ മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടേ. ഒരു പ്രത്യേക വൈബാട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ. നോക്കി സ്ഥലം. ഇവിടെ എത്തിയപ്പം ഇവരുടെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം കേട്ടോ. ഇത് അവരുടെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. ഇതിനകത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു പുള്ളി ചായ ഗ്ലാസ്. ഓക്കെ ഓക്കെ, ദിസ് വൺ. ഇത് വേറൊരു ലോകം തന്നെയാട്ടോ. ഇവിടെ കണ്ട പ്രാർത്ഥനകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് മഴ കുറവാണ്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കറുകളിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ കുറവാട്ടോ. അപ്പോൾ മഴ കുറവായത് കൊണ്ട് തന്നെ മഴ പെയ്യിക്കാനായിട്ട് ഇവിടെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അവര് പാക്കഡ് വാട്ടർ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഡ്രിങ്കിങ് വാട്ടർ ആണ്. എന്താണ് മഴ പെയ്യാൻ പൂജ നടത്തുന്നത് നമുക്ക് കുടിക്കാനുള്ളത്. ഇവിടെ എന്തോ ഒരു പൂജ നടക്കാൻ പോവാ കേട്ടോ. ഇതൊക്കെ കത്തിച്ചിട്ട് എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങ് വന്നേ ഇത് നോക്കിയേ. ഒന്ന് നോക്കണേ, എത്രമാത്രം കൊടികളാണ് ഇവർ കെട്ടിയിരിക്കണം നോക്കണേ. ഇതൊക്കെ ഇവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കെട്ടിയിരിക്കുന്ന കേട്ടോ. ശരിക്കും നമ്മള് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോ ഇങ്ങനെ കാണുന്ന സത്യം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു ദിവസം കൊണ്ട് വന്നു പോകാവുന്നേ ഉള്ളൂ അല്ലേ? അതായത് പാലക്കാട് നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വന്നു പോകാവുന്നതേ ഉള്ളൂ. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി വന്ന് ഇവിടെ വൈകുന്നേരം വരെയൊക്കെ കറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിലല്ലോ ഒരു ദിവസം സമാധാനമായിട്ടിരിക്കാനും ഇവിടുത്തെ ഈ അന്തരീക്ഷവും ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനും വേണ്ടി മാത്രമായിട്ട് വരിക കേട്ടോ. ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളി പാർട്ടിങ് അങ്ങനെ ഒരു സ്ഥലമല്ല, അത്രയും പീസ്ഫുള്ളാണ്. സമാധാനമായിട്ട് നമുക്കൊരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. സമാധാനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോന്നോളൂ. അത് എന്താ പറയുക, ഇവിടെ വരുമ്പോഴാണത് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഈ പ്രാർത്ഥനയുടെ അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഇങ്ങനെ ആ ഒരു സ്വരവും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര രസമാട്ടോ. ഒരു പ്രത്യേക ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ. അവർ പൂജ ചെയ്ത് മിക്കവാറും മഴ പെയ്യിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത് വേറൊരു മൊണാസ്ട്രി ആട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ ആ കൺസ്ട്രക്ഷനും ആ ആർക്കിടെക്ചറും ഒക്കെ ഒരു പ്രത്യേക രസമാണ്. നമ്മളെ നാട്ടിൽ നിന്ന് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയണത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഇവരുടെ കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുമുള്ള മലനിരകളൊക്കെ എന്താ പറയുക, വേറെ ലെവലാണ്, വേറൊരു രീതിയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ. നമ്മൾ ഇന്ത്യയിലൊന്നും അല്ല എന്നാണ് നമുക്ക് ആദ്യം തന്നെ തോന്നിപ്പോവുക. ഇത് നോക്കിയേ, സോറി അവിടെ കീപ് സൈലൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് ഇനിയിപ്പം ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇത് ഇവരുടെ സ്കൂൾസും സ്റ്റേയും ഒക്കെ ആട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ സ്കൂൾ വിട്ട പോലെ ബെല്ലടിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇതേ കുറേ ലാമക്കുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ കുറേ ചെറുതുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, മുട്ടകൾ. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഡ്രസ്സ് വരുപ്പോ പോലെയാ. ഇതേ പോകുന്നൊരുത്തൻ. കുറേ മടിയന്മാർ ഇതേ അവിടെ ഇരിപ്പുണ്ട്, തൂങ്ങി പിടിച്ച്. വികൃതികളെ ഇവിടെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ലൈബ്രറി അല്ലേ, ഇത് മറ്റേ താഴ്വല്ല പോലത്തെ. അപ്പോൾ നമ്മുടെ ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെൻറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യുക, ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.